അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്. ഞാൻ എപ്പോഴും പറയും, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ജയേട്ടൻ ഒറ്റയ്ക്കല്ല, ജയേട്ടന് തുണയായി ജയേട്ടന്റെ കൂടെ എപ്പോഴും ഈശ്വരൻ ഉണ്ടാവും. നീയും ഉണ്ടാവും കൂടെ. നീ വീട്ടിലൊക്കെ ഒന്ന് പോയി യാത്രയൊക്കെ പറഞ്ഞിട്ട് വാ. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലെ പോയാല് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. എന്താ അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. വെറുതെ ജയറാം പെടുത്തി. ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. ഭയങ്കര മനസ്സ് സങ്കടത്തിൽ സന്തോഷ്, ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. അടുത്ത ആഴ്ച അതിലേ വരുന്നുണ്ട്, വരാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. എന്താ ഉറക്കം വരുന്നു. ഹസീബ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ജയറാമിനെ വെച്ച് അതിന്റെ തൊട്ട് മുമ്പ് ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും മോശമായിരുന്നു. ജയറാം പെടുത്തി എന്നാണോ പറയുന്നത്? ജയറാം പെടുത്തി. ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. അത് പണ്ടങ്ങനെ പലതും സംഭവിച്ചിരിക്കും. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പണ്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു എന്ന് വെച്ചാൽ അന്ന് കൂടെ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാർ ഇപ്പൊ കയറി വന്ന് എന്തൊക്കെ ഉണ്ടോ രജനീകാന്തേ എന്ന് ചോദിച്ചങ്ങനെ ഇരിക്കും. ഞാൻ ചോദിച്ചപ്പോൾ ഹസീബ് നേരത്തെ പറഞ്ഞ ജയറാമേട്ടനോട് പറഞ്ഞ വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞിട്ട് പറഞ്ഞത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു. അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചാബിലൊക്കെ പോയാൽ ഷൂട്ട് ചെയ്ത്. ഇപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്ക് ജയറാമിന്റെ മോനെ വെച്ചല്ലേ ചെയ്യുന്നു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അവരെ ഒന്നും വിശ്വസിക്കരുത്. നമുക്കിവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലെ പോയാല് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. എന്താ അതിനുശേഷം അവന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായി. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അവനുമായിട്ട് ബന്ധമുള്ള എല്ലാവരും ആലപ്പുഴ വഴി പോയാൽ അസീബിനെ കാണാതെ പോകത്തില്ല. അപ്പോൾ ജയറാം പക്ഷെ ഒന്ന് ഫോൺ ചെയ്യാനല്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ അല്ല നോണ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.